ഏറെക്കാലമായിട്ട് കേൾക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അമേരിക്ക ഏത് നിമിഷവും വെനസ്വേലയെ ആക്രമിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ തുടർച്ചയായിട്ട് സ്ഫോടന ശബ്ദം കേൾക്കുന്നു. അതുപോലെ തന്നെ വ്യോമാക്രമണം നടത്തുന്നതിന് മുമ്പുള്ള സൈറണുകൾ തുടർച്ചയായിട്ട് ഉയരുന്നു. ഹെലികോപ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. വലിയ സ്ഫോടനമൊക്കെ കാണുന്ന പോലെ പ്രകാശം പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നു. ഇപ്പോൾ അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള നിക്കോളാസ് മഡൂറോ പോലും ബന്ദി ആയി അമേരിക്ക പിടിച്ചു വച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തോട്ട് വരുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ പറയുന്ന കരീബിയൻസ് മേഖലയിലേക്ക് ഒരു നേവൽ ടാസ്ക് ഫോഴ്സിനെ US അയക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ അമേരിക്ക വെനസ്വേല ഏതാണ്ട് പിടിച്ചെടുക്കാനുള്ള നീക്കം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുക. അതെ, അത് കുറച്ചു കാലമായല്ലോ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നു, വളഞ്ഞിട്ടിരിക്കുന്നു പലതരത്തിലായിട്ടേ. അതിന് കാരണങ്ങൾ അമേരിക്കക്ക് അങ്ങനെയാണല്ലോ. ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തെങ്കിലും ഇവർക്ക് ആവശ്യമുള്ള വിഭവം ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ ബന്ദിയാക്കാനുള്ള കാരണം അവർ കണ്ടെത്തും. അതെന്നും അവരുടെ സ്വഭാവമാണ്. എന്തിനായിരുന്നു ഇവർ സദ്ദാം ഹുസൈനെ ബന്ദിയാക്കിയത്? അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ളിടത്താണല്ലോ ഇവർ യുദ്ധം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുക, കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഒരു പ്രകോപനവും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഡ്രഗ് കാർട്ടലാണ് ഇവരുടെ പ്രശ്നം. അതെ, എന്താ അടിസ്ഥാന പ്രശ്നം എന്ന് ആലോചിച്ചു. അമേരിക്കയുടെ ഒരു മതിലായി കിടക്കുന്ന മെക്സിക്കോ എന്ന രാജ്യം വഴി രാജ്യത്ത് ധാരാളമായിട്ട് ഡ്രഗ് പ്രോസസ്സ് ചെയ്യുന്നു. ലോകമെങ്ങുമുള്ള അസംസ്കൃത ഡ്രഗ് കാർട്ടൽസ് ആയിട്ട് അവിടെ വന്നു ചേരുന്നു. ആ രാജ്യം അതൊരു വലിയ ബിസിനസ് ആക്കിയിട്ട് അവരുടെ രാജ്യത്തിൻ്റെ വലിയ വരുമാനമാക്കി വലിയ ഇൻഡസ്ട്രി ആക്കി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മാർക്കറ്റ് ഏതാ? തൊട്ടിപ്പുറത്ത് ഒരു മല അങ്ങോട്ട് കയറി കിടന്നാൽ ഇപ്പുറത്ത് അമേരിക്കയിൽ US മാർക്കറ്റ് ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ അതിനെന്താ വഴി? ആ രാജ്യത്തേക്ക് ഡ്രഗ് കടക്കാതിരിക്കണം. അമേരിക്ക ആഭ്യന്തര സുരക്ഷിതത്വം ശക്തിപ്പെടുത്തണം. അതിന് പകരം ചെയ്യുന്നത് എന്താ? ഇപ്പോൾ കാരണം പറയുന്നത് എന്താ? മെക്സിക്കോയിലേക്ക് ഡ്രഗ് കൊടുത്തയക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്, അവരെയൊക്കെ ഞങ്ങൾ വളയും. എന്നിട്ട് ആ രാജ്യത്തിന് ചുറ്റും ഇങ്ങനെ കടൽ സെർച്ച് ചെയ്യുക. ആ രാജ്യത്തിൻ്റെതായി കടലിൽ സഞ്ചരിക്കുന്ന എല്ലാ ബോട്ടുകളും ഞങ്ങൾ പിടിച്ചെടുക്കുക. എന്നിട്ട് എന്താ പിടിച്ചെടുത്തത്? ഇപ്പോൾ എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ വെനിസുല ഇവർക്കൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്താ കാരണം? വെനിസുലയിൽ എണ്ണയുള്ള ഒരു കൊച്ചു രാജ്യമാണ്. വലിയ എണ്ണയുള്ള കൊച്ചു രാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന വലിയ രാജ്യം. വലിയ എണ്ണയുള്ള കൊച്ചു രാജ്യമാണ്, ദുർബല രാജ്യമാണ്, സാധുക്കളാണ്. ഇത്രയും കാലം എന്തായിരുന്നു അമേരിക്കക്ക് നേരത്തെ എന്തായിരുന്നു പണി? നേരത്തെ അവിടുത്തെ എണ്ണ ഊറ്റാനുള്ള അവകാശം മുഴുവനും അമേരിക്കക്ക് ഉണ്ടായിരുന്നു. അവിടെ 99-ലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഷാവേസ് വന്നത്. 99-ൽ ഷാവേസ് വന്നിട്ട് 10-15 കൊല്ലത്തേക്ക് അമേരിക്കയെ പാഠം അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല, മുഴുവൻ എണ്ണപ്പാടങ്ങളും അവർ നാഷണലൈസ് ചെയ്തു. ഞങ്ങളുടെ എണ്ണ ഞങ്ങൾ തന്നെ ഊറ്റിയെടുത്തോളാം, ഞങ്ങൾ തന്നെ സംസ്കരിച്ചോളാം, ഞങ്ങൾ തന്നെ വിറ്റോളാം. അന്ന് മുതലാണ് ഷാവേസിനെ വകവരുത്താൻ ശ്രമിച്ചത്. ഷാവേസ് എത്ര തവണ വധഭീഷണി നേരിട്ടു, ഏതെല്ലാം തരം അട്ടിമറിയെ നേരിട്ടു. പക്ഷേ ഇപ്പോൾ സമാധാനമായി. ഷാവേസ് ഉള്ള കാലത്ത് വെനിസുലയെ അമേരിക്കക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷാവേസ് മരിച്ചിട്ടുണ്ടല്ല, എനിക്ക് 2013-ലെങ്ങാണ്ട് ഷാവേസ് മരിച്ചു. ഷാവേസിന് ശേഷമാണ് അവിടെ നിക്കോളാസ് മഡുറോ വന്നത്. മഡുറോ താരതമ്യേന ദുർബലനാണ്. മഡുറോയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഷാവേസ് ഉള്ള കാലത്ത് ഈ ഉപരോധത്തിനൊന്നും നിൽക്കില്ല. അപ്പുറത്ത് കാസ്ട്രോയോടും ഒക്കെ കൂടി അന്താരാഷ്ട്ര തലത്തിലുള്ള കൂടിയാലോചനക്കൊക്കെ പോവുള്ളൂ. ഇപ്പോൾ അതല്ല, വന്ന് വളയാണ്. എന്നിട്ട് എന്താ തടയുന്നത്? അമേരിക്ക പറഞ്ഞോന്ന് ചോദിച്ചാൽ അമേരിക്ക പറഞ്ഞിട്ടില്ല. എന്നാൽ ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ വെനിസുലയുടെ പരിസരത്തുള്ള കടലിൽ എപ്പോഴും ഞങ്ങളുടെ സെർച്ച് ഉണ്ടാവും. ഞങ്ങൾ ആ കടലിലൂടെ വരുന്ന സകലമാന ബോട്ടുകളും തടയും. എന്തിനാ തടയുന്നത്? അത് ഡ്രഗ് ഉണ്ടോ എന്ന് നോക്കാനാണ്. എന്നിട്ടോ ഇപ്പോൾ ഇതുവരെ വന്ന രേഖ വെച്ചിട്ട്, ഇതുവരെ വന്ന വാർത്ത വെച്ചിട്ട് എന്താ? 170 ആളുകൾ പലപ്പോഴായിട്ട് ഈ ഏറ്റുമുട്ടൽ കൊന്നിട്ടുണ്ട്. പക്ഷേ പിടിച്ചെടുത്ത ബോട്ടുകളൊക്കെ ഏതാ? ഡ്രഗ് കാർട്ടലൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് മുഴുവൻ എണ്ണ ബോട്ടുകളാണ്. ആ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. നടുക്കടലിൽ വെനിസുലയുടെ ബോട്ട് എന്ന് അവർ പറയുന്നത് വെനിസുലയ്ക്കുള്ള ഏറ്റവും വലിയ കപ്പലൊക്കെ അത്രയൊക്കെ തന്നെ വലിപ്പമുള്ളൂ. ആ കപ്പൽ പിടിച്ചെടുക്കുക, നടുക്കടലിൽ നങ്കൂരമിടുക, ആങ്കർ ഇട്ട് വെച്ചിട്ട് ഇവരുടെ ബോട്ട് വന്നിട്ട് ഓയിൽ പമ്പ് ചെയ്ത് കൊണ്ടുപോവുക. അതിനെന്താ ന്യായം? ഓയിൽ പമ്പ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഡ്രഗ് കാർട്ടൽ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ്. എമ്മാതിരി ആലോചിച്ച് നോക്കൂ, എന്ത് ധിക്കാരമാണിത്! ഇങ്ങനെയുണ്ട് ഒരു അതിക്രമം. അപ്പം വെനസ്വേലയ്ക്ക് നേരെ ഇപ്പോൾ കരയാക്രമണം ആദ്യമായിട്ട് നടത്താൻ പോകുന്നു അമേരിക്ക പ്രഖ്യാപിച്ചു. ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ
നേവി ടാസ്ക് ഫോഴ്സിനെ ആദ്യം അയച്ചത്. ഇപ്പോൾ ഈ പറയുന്ന മേഖലയിലെല്ലാം തന്നെ ആക്രമണം നടത്തുമ്പോൾ ഇത് CIA ഓപ്പറേഷനാണോ അമേരിക്ക നടത്തണോ? ഇപ്പോൾ പറയുന്നത് എന്താ, ഈ മയക്കുമരുന്നുമായിട്ട് വന്ന കുറച്ച് ബോട്ടുകൾക്ക് നേരെ കഴിഞ്ഞ ആഴ്ച അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി നിരീക്ഷണമൊക്കെ നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വൻതോതിൽ ഡ്രഗ്സ് അമേരിക്കയിലേക്ക് വ്യാപകമായി കടത്തുമെന്ന് മനസ്സിലാക്കി. ഇനി ഞങ്ങളത് അനുവദിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ വെനസ്വേലയുടെ എണ്ണ മുഴുവൻ അമേരിക്കയ്ക്ക് വേണമെന്ന് പറയുന്ന ഒരു താന്തോന്നിത്തരം. അതിനു വേണ്ടിയിട്ട് ഈ ആക്രമണം നടത്തുന്നു. ഇപ്പം മഡൂറെ ബന്ദിയാക്കി എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ഭരണം പൂർണ്ണമായിട്ടും അമേരിക്ക പിടിച്ചെടുത്തു എന്നല്ലേ? ഒരു കാലത്ത് ഇറാഖിൽ നിന്നും കുവൈറ്റിൽ നിന്നൊക്കെ എങ്ങനെയാണോ എണ്ണ നേടിയെടുത്ത് അമേരിക്ക വികസിച്ചത്, അതുപോലെ ഇനി വെനസ്വേലയുടെ പൂർണ്ണമായ അധികാരം അമേരിക്കയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എല്ലായ്പ്പോഴും അമേരിക്കൻ പ്രസിഡന്റുമാർ ചെയ്യുന്നത് പോലെ യുദ്ധക്കൊതി ആവർത്തിക്കുന്നു. അതുമാത്രമല്ലേ നമുക്കിവിടെ പറയാം. അതിന്റെ തുടർച്ചയാണ്. ഇതിപ്പോ കണ്ടില്ലേ, ഇപ്പൊ ഇവർ ചെയ്യുന്നത് നോക്കിക്കോളൂ. എവിടെയൊക്കെ എണ്ണയുണ്ടോ അവിടെയൊക്കെ ഇവർ കാരണം ഉണ്ടാക്കും. ഒന്നുകിൽ ഭീകരതയുണ്ട്, ടെററിസ്റ്റ് ഉണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ഇറാഖിൽ തീവ്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് സദാം ഹുസൈനൊക്കെ ലക്ഷ്യമിട്ടത്. ഇപ്പോൾ ഇറാൻ കണ്ടില്ലേ, ഇറാനിൽ ഇപ്പം എന്താ, അവിടെ അസമാധാനമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടും. ആ രാജ്യത്ത് സമാധാനമോ അസമാധാനമോ തീർക്കാൻ അവർ പോരെ, ഇയാൾ ആര് പോയി തീർക്കാൻ? ആ ചോദ്യമൊന്നും ഇവർക്ക് ബാധകമല്ല. ഇറാൻ ഞങ്ങൾ ഇടപെടും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇപ്പോൾ. ഇതിലിപ്പോൾ വളരെ സിമ്പിളാണ്, ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഈ വെനിസുലയുടെ എണ്ണ ഏറ്റവും അടുത്തുള്ള എണ്ണയാണ്, അമേരിക്കയ്ക്ക് ഏറ്റവും അടുത്ത് കിട്ടാവുന്ന എണ്ണ. ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറവാണ്. അവിടുന്ന് ഊറ്റിയെടുക്കണമെങ്കിൽ ഷാവേസ് ഉള്ള 15 കൊല്ലം കഴിഞ്ഞിട്ടില്ല. ഷാവേസ് 2013 മരിച്ചു. 23 മരിച്ചു, 2 കൊല്ലം മുമ്പ് മരിച്ചു. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ ഈ 2 കൊല്ലമായിട്ട് അവിടെ മഡൂറോ ആണ്. ട്രംപിന് വലിയ താല്പര്യമില്ല. അല്ല, താല്പര്യം ഷാവേസിനോട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഷാവേസിനോട് മുട്ടിയാൽ നിൽക്കൂല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നിക്കോളാസ് മഡൂറോ വന്നപ്പോൾ അയാൾ ദുർബലനാണ്, എന്നാൽ നയം മാറ്റിയിട്ടില്ല. അമേരിക്കയോട് ഇതേ സമീപനമാണ്. അപ്പൊ മഡൂറോസിനെ ഒന്ന് കുത്തി പുറത്താക്കിയിട്ട് അവിടെ അമേരിക്കയുടെ ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവരാനുള്ള കളിയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് കളിക്കുന്നത്. അതിന്റെ ഭാഗമാണ്, അതാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഇത് അതിൻ്റെ ഏതാണ്ട് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ. മഡൂറോയെ ഏതാണ്ട് ബന്ദിയാക്കി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പൊ ഈ രാജ്യം ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും വെനസ്വേല ഇപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ആക്രമണം നടന്നതെല്ലാം തന്നെ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയ. അതുകൊണ്ടാണ് ഈ പറയുന്ന തലസ്ഥാനത്തേക്ക് ആളുകളെല്ലാം കൂടെ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. കാരണം ഇവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പൊ തുടർച്ചയായിട്ട് ആക്രമണം നടത്തിക്കൊണ്ട് വെനസ്വേലയെ ആശങ്കപ്പെടുത്തുന്നു. എന്നിട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. മഡൂറ ഈ പറയുന്ന ബന്ദിയായി പിടിക്കപ്പെടുന്നു. പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കണ്ടേ? വെനിസുലയില് അപകടം മണക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ ആ ഒരു സ്വഭാവമുണ്ട്. മാരകമായ അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ പറയുമല്ലോ, ഈ നീറോ വീണ വായിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രയോഗം ഉണ്ടല്ലോ, വിഖ്യാതമായൊരു പ്രയോഗം. ഇന്നലെ തുടർച്ചയായിട്ട് വരുന്നൊരു വാർത്ത, ഈ വെനിസുലൻ റേഡിയോ കാരാക്കസിൽ നിന്ന് നിരന്തരമായി വെനിസുലയുടെ സംഗീതവും സംസ്കാരവും ഡാൻസും ഒക്കെ പ്രക്ഷേപണം ചെയ്യുന്നു എന്നാണ്. വാർത്താ പ്രക്ഷേപണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഉത്സവത്തിൻ്റെ ആഘോഷത്തിൻ്റെ പ്രക്ഷേപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ എന്തോ കാര്യമായി നടക്കുന്നുണ്ട്, അപകടം നടക്കുന്നുണ്ട് എന്നർത്ഥം. അത് ഒരു പൊതു രീതിയാണ് പൊതുവെ. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥ വന്നു എന്നുള്ളത് നാട്ടുകാരോട് അറിയാൻ പറ്റില്ല, വാർത്താ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്താണ് ഇപ്പൊ പുറത്തുനിന്ന് ഇനി വാർത്തകൾ ചോർന്ന് കിട്ടിയിട്ട് പുറത്തുനിന്ന് വരണം. അപ്പോഴാണ് സത്യസന്ധമായ വിവരങ്ങൾ അറിയാം. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിക്കോളാസ് മഡൂറോ ഉള്ള അവിടുത്തെ ഭരണാധികാരി, ട്രംപ് പറയുന്നുണ്ട് ഞങ്ങൾ അത്ര കപ്പൽ പിടിച്ചു, ഇത്ര ആളുകളെ കൊന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ശരിയാണോ തെറ്റാണോ എന്ന് പറയണ്ടേ? രണ്ടിലൊന്ന് പറയാൻ അയാൾക്ക് ബാധ്യത ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അയാൾ ബന്ദിയാണെന്ന് അർത്ഥം. മിണ്ടാൻ അയാൾക്ക് അവകാശമില്ലാത്ത രീതിയിലാണ് അയാൾ നിൽക്കുന്നതെന്ന് അർത്ഥം. അതുകൊണ്ട് അമേരിക്ക വെനിസുലയിൽ ഏതാണ്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് വരുമായിരിക്കും പുറത്ത്. കാരണം പുറത്ത് വിടാത്ത കാലത്തോടെ 2 കൂട്ടരും പുറത്ത് വിടണ്ടേ. മാനക്കേട് കൊണ്ടായിരിക്കും വെനിസുലയെ പുറത്ത് പറഞ്ഞിട്ടില്ല. അമേരിക്കയാണെങ്കിൽ അവരെ ലോകത്തിന് മുമ്പിൽ അവരുടെ ഒരു അതിക്രമം ഉണ്ടല്ലോ, അവർ കാണിക്കുന്ന ഈ തോന്നിവാസം, അത് എൻഡോസ് ചെയ്തിട്ട് ശരിയാണെന്ന് പറയാൻ അമേരിക്കൻ ഭരണകൂടവും തയ്യാറായിട്ടില്ല. ട്രംപിൻ്റെ ഈ ഗ്വാ വിളികൾ മാത്രമാണ് നടക്കുന്നത്. പക്ഷേ ശരിയാണെന്ന് വേണം നമ്മൾ ധരിക്കാൻ. കാരണം വെനിസുലയുടെ ഒരു സ്ഥിതി അതാണ്, സിറ്റുവേഷൻ അതാണ്, കഴിഞ്ഞ കുറേ ദിവസത്തെ ഒരുക്കങ്ങളും അതാണ്. ഏതായാലും നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.